അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ക്യൂബ് സെറ്റ് ചെയ്യാണ്. നമ്മുടെ ഒരു മാഗ്നറ്റിക് ക്യൂബ് നമ്മൾ വാങ്ങിയിരുന്നു. അതിന്റെ ഡിസ്മാൻഡ്ലിങ്ങും എക്സ്പെരിമെന്റ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ആ ക്യൂബിന്റെ ഒരു ഇന്നർ കോറാണിത്. അപ്പോൾ നമ്മൾ ഇതിന്റെ പീസുകളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ക്യൂബ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ സെന്റർ നമ്മൾ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അഴിച്ചെടുത്ത സെന്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ആണ്. അപ്പോൾ ആ കോറ് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന്റെ സെന്റർ നമ്മളൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോറ് മാത്രം നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ പീസുകളൊക്കെ ഒന്ന് നമ്മൾ സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് ഇതിന്റെ കോറ് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതിന്റെ ഓറഞ്ച് ബ്ലൂ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഓറഞ്ച് ബ്ലൂവിന്റെ ഒരു സൈഡ് പീസ് നമ്മൾ എടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ആൻഡ് ഓറഞ്ച് നമുക്ക് വേണം. വൈറ്റ് ആൻഡ് ഓറഞ്ച് ആ പീസും നമ്മൾ എടുക്കുന്നു, അതവിടെ സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് ബ്ലൂ വൈറ്റ് ഓറഞ്ച് കോർണർ പീസാണ് വരേണ്ടത്. അത് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഗ്രീൻ ആൻഡ് ഓറഞ്ച് ആണ് വരേണ്ടത്. ഗ്രീൻ ഓറഞ്ച് നമ്മൾ എടുക്കുന്നു, അത് സെറ്റ് ചെയ്യുന്നു. ഈ കോർണറിൽ നമുക്ക് വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ആ കോർണർ പീസ് നമ്മളിവിടെ വെക്കുന്നു. അടുത്തത് നമുക്കിവിടെ യെല്ലോ ആൻഡ് ഓറഞ്ച് ആണ് വേണ്ടത്. യെല്ലോ ഓറഞ്ച് സൈഡ് പീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. കോർണർ പീസ് നമുക്ക് ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഗ്രീൻ യെല്ലോ ഓറഞ്ച് ക്യൂബ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ ഉള്ളത് കോർണർ പീസ് ആണ്. ഇവിടെ യെല്ലോ ബ്ലൂ ഓറഞ്ച് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടി. ക്യൂബിന്റെ ഫസ്റ്റ് ലെയർ ആണ്. ഇപ്പൊ മാഗ്നറ്റ് ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് പീസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ യെല്ലോ ആൻഡ് ബ്ലൂ പീസ് നമ്മൾ എടുക്കണം. യെല്ലോ ബ്ലൂ പീസ് നമുക്ക് ഇവിടെ എടുക്കാം, വെച്ചു. അടുത്തത് വൈറ്റ് ആൻഡ് ബ്ലൂ ആണ്. വൈറ്റ് ആൻഡ് ബ്ലൂ നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് വെക്കേണ്ടത്. വൈറ്റ് ആൻഡ് ഗ്രീന് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റ് പീസ് ഗ്രീൻ ആൻഡ് യെല്ലോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടി. നെക്സ്റ്റ് നമുക്ക് തേർഡ് ലെയർ ആണ്. തേർഡ് ലെയർ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ റെഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ ആൻഡ് റെഡ് നമ്മൾ വെച്ചു. ഈ കോർണർ പീസിൽ വരുന്നത് റെഡ് യെല്ലോ ബ്ലൂ ആണ്. ആ പീസ് നമുക്ക് വെക്കാം. അതിനുശേഷം ഈ കോർണറിൽ വരുന്നത് യെല്ലോ ഗ്രീൻ റെഡ്. ഓക്കെ, ഇവിടെ റെഡ് ആൻഡ് ബ്ലൂ വരും. അതിനുശേഷം ഈ കോർണർ പീസിൽ റെഡ് വൈറ്റ് ബ്ലൂ വരും. അതിനുശേഷം ഇവിടെ റെഡ് ആൻഡ് വൈറ്റ് വരും. ഇവിടെ ഗ്രീൻ ആൻഡ് റെഡും. അതിനുശേഷം ഇവിടെ കോർണർ പീസ് എന്ന് പറയുന്നത് നമ്മുടെ 3 കളേഴ്സ് റെഡ് വൈറ്റ് ഗ്രീന്. നമ്മളൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ പീസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ കോറിൻ്റെ ലെവലിൽ കറക്റ്റ് ആവണം. ആ ഗ്രൂവിൽ ഇറങ്ങി കിടക്കണം. അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളത് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാഗ്നറ്റ് ക്യൂബ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ വീഴൊന്നുമില്ല. അതിനുശേഷം നമ്മൾ അതിൻ്റെ കോർ ഇറക്കി വെക്കുന്ന കോറിൻ്റെ എൻഡ് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഇടുന്നു. ഓക്കെ, നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സോൾവിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ക്യൂബ് അസംബ്ലി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.